നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞിട്ട് മതി നമ്മുടെ സന്തോഷം എന്ന് വിചാരിച്ച പിന്നെ അതിനെ സമയം കാണത്തുള്ളൂ. പിന്നെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പാ നമ്മുടെ മുടിയൊക്കെ നരയ്ക്കുന്നത്. ദേ കണ്ടില്ലേ? Where are we going? ഹലോ, എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് പോകുന്നത് ഒമാനിലേക്കാണ്. UAE-ക്കകത്തുള്ള ഒമാൻ്റെ ഒരു ടെറിട്ടറി. ഒമാനിൽ മദ്ദയിലേക്കുള്ള യാത്ര. ഇത് മുസണ്ടൻ ഗവൺമെൻറ്റിൻ്റെ ഒരു എക്സ്ക്ലേവാണ്. അങ്ങനെ നമ്മൾ ബോർഡറൊക്കെ കടന്നു. അപ്പോൾ ഈ യാത്ര വെള്ളം തേടിയുള്ള ഒരു യാത്രയാണ്. ഇവിടെ പാസ്പോർട്ടും വിസയും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഒമാനിലേക്ക് കയറാം. നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ ഒരു ചെറിയ ഭൂപ്രകൃതി എന്നൊക്കെ പറയാം ഈ വില്ലേജ്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ എന്ത് രസമല്ലേ, പുഴ, വെള്ളം, പച്ചപ്പ്. അപ്പോൾ ഈ ഹോളിഡേയ്സിന് ഞങ്ങൾ എവിടെ പോകണമെന്നൊരു ഓപ്ഷൻ വെച്ചപ്പോൾ ഞങ്ങൾ മനസ്സിലുണ്ടായിരുന്നത് വെള്ളത്തിലിറങ്ങാൻ പറ്റിയ എവിടെയെങ്കിലും പോകണം. അങ്ങനെയാണ് നമ്മൾ മദ്ദ എന്ന പച്ചപ്പും സമൃദ്ധിയായിട്ട് വെള്ളമൊക്കെ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പിലേക്ക് എത്തിയത്. ഇവിടെ വെള്ളത്തിലിറങ്ങാം. അധികം ആഴമുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, എന്നാൽ ആഴമുള്ള സ്ഥലങ്ങളുണ്ട്. നമ്മൾ സൂക്ഷിക്കണം. അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. നമ്മളെപ്പോഴും പറയും ഇങ്ങനെ അറിയാത്ത സ്ഥലത്ത് വെള്ളത്തിൽ ഇറങ്ങരുത് എന്നൊക്കെ. പക്ഷെ അവിടെ ഒത്തിരി ആൾക്കാരും ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഡ്രസ്സ് മാറാനൊക്കെ ആയാലും അവിടെ നമുക്ക് സൗകര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെള്ളത്തിലിറങ്ങാൻ തീരുമാനിച്ചു. വെയിലും കാറ്റൊക്കെ ഉണ്ടെങ്കിലും നല്ലൊരു തണുത്ത കൂളിംഗ് അന്തരീക്ഷമായിരുന്നു. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ മലകളായിട്ട് ചുറ്റപ്പെട്ട് നിൽക്കുകയാണ്. മുകളിൽ ആടുകളൊക്കെ കാണാം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു നാച്ചുറൽ വാട്ടർ ബോഡിയിൽ നീന്തുന്നത്. അപ്പം ഞാൻ എൻ്റെ സ്വിമ്മിംഗ് പൂളിൽ പഠിച്ച പാഠങ്ങളെല്ലാം ഞാനിവിടെ പ്രാക്ടിക്കലാക്കുമായിരുന്നു. ഐ വാസ് സോ ഹാപ്പി. എന്നെ കൊണ്ട് ഒത്തിരി ആൾക്കാരുണ്ട്. അവിടെ ഡൈവ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ നമ്മൾ സൂക്ഷിച്ചും കണ്ട് നിൽക്കണം. കാരണം അവിടെ താഴെ നിറയെ കല്ലുകളായിരുന്നു. എല്ലാം ഇങ്ങനെ വഴുതുന്ന ടൈപ്പ് കല്ലുകളായിരുന്നു. കുറേ നേരം ഞങ്ങളിങ്ങനെ വെള്ളത്തിൽ നിന്ന് കളിച്ചു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ എന്തായാലും പറ്റുമെങ്കിൽ എന്തായാലും പോകണം. സാധാരണ മിഡിൽ ഈസ്റ്റിലൊക്കെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെയൊക്കെ ഉള്ളതിനേക്കാൾ ഒരു വേറിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ നേരം നീന്തി പിന്നെ കളിച്ചു. ഞങ്ങളങ്ങനെ ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് നമ്മളങ്ങനെ മുകളിലേക്ക് കയറി കഴിയുമ്പോൾ അവിടെ BBQ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന, ഗ്രില്ലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. അതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്നൊരു പാർക്കുണ്ട്. അങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമായിരുന്നു അത്. ഇവിടെ റിയാലാണോ ദിറംസ് ആണെന്ന് ഡൗട്ടുള്ളതുകൊണ്ടും പിന്നെ ലാസ്റ്റ് ടൈം കുറിഫൊക്കെ വന്നപ്പോഴേ ഫുഡ് കിട്ടാൻ കുറച്ച് അലഞ്ഞായിരുന്നു. അങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് നല്ല അടിപൊളി ഫ്രൈഡ് റൈസും ചിക്കനൊക്കെ ആയിട്ടായിരുന്നു വന്നത്. അതിങ്ങനെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പൊക്കെ കണ്ട് ഫുഡ് കഴിച്ച് ഞങ്ങൾ പിന്നെ ഈ യാത്ര തുടരാൻ തീരുമാനിച്ചു. But it's too late now. I remember you and me, and how careless we could be. All day and all night, we'd stay up, it felt so right. We were so young, we were so dumb. We would get drunk and then hook up. We were okay, we were alright, staying awake till the sunrise. ഒമാനിലെ മദയിൽ നിന്ന് നമ്മൾ പിന്നെ തിരിച്ചിട്ട് എത്തിയത് അൽ ഹഫിയ ഡാമിലേക്കായിരുന്നു. ഇവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല, പക്ഷേ ഇതിന് ചുറ്റും ആൾക്കാർ അതുപോലെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. ഇവിടെയും നല്ല മലകളൊക്കെ ആയിട്ട് ചുറ്റപ്പെട്ട ഒരു സ്ഥലം. We were in love, couldn't stop us, like a good drug, never run. We hook up in my car, driving so far, play your guitar, you'd show me your heart, let down our guards, think with our hearts, stare at the stars, we were never apart, drinking too young, way too much fun, out in the sun, no pain when it's gone, took you to prom, dance to our song, dance all night long till the lights